Next is net configuration management with netconf and YAML. ഇത് പ്യുവർലി ഒരു നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ ടെക്നിക്സ് ആണ്. ഇതിനകത്തുള്ള പല വേർഡ്സും നമുക്ക് ടെക്നിക്കലി അറിയാത്തതായിരിക്കും. അപ്പം ഇതിനകത്തുള്ള ടേംസ് നമുക്ക് ഫെമിലർ അല്ലാത്തതായിരിക്കും. ഞാൻ കഴിയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാം, പക്ഷേ എത്ര കണ്ട് മനസ്സിലാവും എന്നുള്ളത് നമുക്ക് നോക്കാം. എനിവേ, നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് വിത്ത് netconf and YAML. നമ്മുടെ IoTയിലെ നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് വിത്ത് netconf and YAML. netconf and YAML എന്ന് പറഞ്ഞ പ്രോട്ടോക്കോളും ലാംഗ്വേജും യൂസ് ചെയ്തിട്ട്, netconf is a protocol and YAML is a software, modeling language for configuring the network using netconf protocol. അപ്പം netconf എന്ന് പറഞ്ഞ ഒരു പ്രോട്ടോക്കോളും YAML എന്ന് പറഞ്ഞ ഒരു മോഡലിംഗ് ലാംഗ്വേജും യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു നെറ്റ്വർക്കിനെ കോൺഫിഗർ ചെയ്യുന്നത്. IoT നിങ്ങൾക്കറിയാം, നെറ്റ്വർക്കാണ് ആക്ച്വലി അതിൻ്റെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ. അപ്പം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്, നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ netconf is the network configuration protocol. Simply we can say netconf provides mechanism to install, manipulate, delete the configuration of a network device. Network എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, it's interconnected devices for sharing the resources ഷെയർ ചെയ്യാനുള്ള തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആ നെറ്റ്വർക്കിനെ മാനേജ് ചെയ്യാൻ ആക്ച്വലി അതൊരു വലിയൊരു ഡൗണ്ടിങ് ടാസ്ക്കാണ്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ളൊരു ഏരിയയാണ്. നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി എങ്ങനെ കോൺഫിഗർ ചെയ്യാം, നമുക്ക് ഓട്ടോമാറ്റിക്കലി എങ്ങനെ കോൺഫിഗർ ചെയ്യാം, എങ്ങനെ ഒരു നെറ്റ്വർക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അതിനെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം, ഓൾറെഡി ഉള്ള നെറ്റ്വർക്കിന് കോൺഫിഗറേഷനെ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് വേറൊരു കോൺഫിഗറേഷൻ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ netconf എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. IoTയിൽ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി മെയിൻ നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത്. പിന്നെ YAML, എൻ്റെ ഫുൾ നെയിം ഇസ് യെറ്റ് അനദർ നെക്സ്റ്റ് ജനറേഷൻ, is a modeling language used to model configuration and state data manipulated by network configuration protocol. ഈ netconf protocol പിന്നെ REST protocol എന്ന് പറഞ്ഞാൽ RESTconf എന്ന് പറഞ്ഞ ഒരു കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ നെയിം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, YAML എന്ന് പറഞ്ഞ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മോഡൽ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഈ പ്രോട്ടോക്കോളിനെ ഒരു സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാനുവലി ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ഹാർഡ്വെയർ യൂസ് ചെയ്ത് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മോഡലിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കോൺഫിഗർ ചെയ്യുന്നു. അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അതിന് മുമ്പേ തന്നെ നമുക്ക് എന്തിനാണ് ഈ നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്, എന്താണ് കോൺഫിഗറേഷൻ, നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. So next is നീഡ് ഫോർ IoT സിസ്റ്റം മാനേജ്മെൻറ്റ്. IoT സിസ്റ്റം മാനേജ് ചെയ്യുന്നത് ആക്ച്വലി എന്തിനാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മളെ കൺസേൺ. ഓട്ടോമേറ്റിംഗ് കോൺഫിഗറേഷൻ ഓട്ടോമേറ്റ് ചെയ്യുക, അതാണ് ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ. നമുക്ക് കോൺഫിഗർ ചെയ്തിട്ടുണ്ടാകും നമ്മൾ IoT ഡിവൈസസ് ഒക്കെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഏതിനൊക്കെ റെസ്ട്രിക്ഷൻസ് വെക്കണം, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഡിവൈസ് ഇൻപുട്ട് ഡിവൈസാണ്, ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസ്, എങ്ങനെ ഓരോ ഡിവൈസസിനകത്തേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എത്ര സ്പീഡിൽ, ഡാറ്റ സെക്യൂരിറ്റി എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കോൺഫിഗർ ചെയ്യാൻ പറ്റും. ആ കോൺഫിഗർ ചെയ്യുന്നത് ഓട്ടോമേറ്റ് ചെയ്യുകയാണെന്നാണ് ആക്ച്വലി ഓട്ടോമേറ്റിംഗ് കോൺഫിഗറേഷൻ പറയുക. അപ്പോൾ ഫസ്റ്റ് ആൻഡ് മെയിൻ തിങ് ഇസ് ഓട്ടോമേറ്റിംഗ് കോൺഫിഗറേഷൻസ്. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് മോണിറ്ററിങ് ഓപ്പറേഷണൽ ആൻഡ് സ്റ്റാറ്റിക്കൽ ഡാറ്റ. ഓപ്പറേഷണൽ ഡാറ്റയും സ്റ്റാറ്റിക്കൽ ഡാറ്റയും ഇപ്പോഴുള്ള നമുക്ക് ഒരു നെറ്റ്വർക്കിനകത്ത് കിട്ടുന്ന ഡാറ്റയും അത് ഓപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡാറ്റയും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ആക്ച്വലി സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ. അപ്പം ഓൾറെഡി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എസ്റ്റാബ്ലിഷ് ചെയ്ത നെറ്റ്വർക്കിനകത്തുള്ള ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. ഓരോ ഡിവൈസസിനകത്ത് നിന്നും കിട്ടുന്ന എത്ര സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഏത് നെറ്റ്വർക്ക് ഏത് ഏരിയയാണ് നമുക്കിപ്പം നെറ്റ്വർക്കിനകത്ത് വർക്ക് ചെയ്യാത്തത്, എത്ര സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്,
ഏതൊക്കെയാണ് നമ്മൾ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടെടുക്കുന്നത്, നമ്മുടെ സെക്യൂരിറ്റി എന്താണ്, ഇതൊക്കെയുള്ള ഡിസൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ മോണിറ്ററിങ് ആൻഡ് ഓപ്പറേഷണൽ സ്റ്റാറ്റിക്സ് ഡാറ്റ എന്ന് പറയുന്നത്. നമുക്ക് മോണിറ്റർ ചെയ്യാം നമുക്ക് ഈ ഡാറ്റാസൊക്കെ. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് ഇംപ്രൂവ്ഡ് റിലയബിലിറ്റി. അപ്പം ഇത്രയും നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ്വർക്കിനെ റിലയബിൾ ആക്കാൻ പറ്റും, കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, റിലയബിൾ ആക്കാൻ പറ്റും, കൂടുതൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, കുറച്ചും കൂടി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ സിസ്റ്റം വൈഡ് കോൺഫിഗറേഷൻ. ഓരോരോ സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഓരോ നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ ഡിവൈസസിനെയും ഈച്ച് ആൻഡ് എവറി ഡിവൈസസ് ക്യാൻ ബി കോൺഫിഗർഡ് യൂസിങ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കോൺഫിഗർ ചെയ്യാൻ പറ്റണം. അതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്ന നീഡ് ഫോർ IoT സിസ്റ്റം മാനേജ്മെൻറ്റിനകത്ത്. ആൻഡ് മൾട്ടിപ്പിൾ സിസ്റ്റം കോൺഫിഗറേഷൻ. ഒന്നിൽ കൂടുതൽ സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കോൺഫിഗർ ചെയ്യാൻ പറ്റണം. പിന്നെ റിട്രീവിങ് റീയൂസിങ് കോൺഫിഗറേഷൻസ്. വൺസ് നമ്മൾ യൂസ് ചെയ്തൊരു നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ കോൺഫിഗറേഷൻ എന്ത് ചെയ്യാൻ പറ്റണം, റിട്രീവ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ വേറൊരു നെറ്റ്വർക്കിനകത്തുള്ള കോൺഫിഗറേഷൻ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റണം. ആൻഡ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ നെറ്റ്വർക്കിനകത്തോ അല്ലെങ്കിൽ വേറൊരു നമ്മളെ നെറ്റ്വർക്കിനകത്തുള്ള ഒരു പാർട്ടിനകത്തോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, റീയൂസ് ചെയ്യാൻ പറ്റണം. സോ ഇതൊക്കെയാണ് ആക്ച്വലി ഒരു സിസ്റ്റം മാനേജ്മെൻറ്റ് കൊണ്ട്, IoT സിസ്റ്റം മാനേജ്മെൻറ്റ് കൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം. നെക്സ്റ്റ് ഈസ് സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോകോൾ. ആക്ച്വലി ഈ നമ്മൾ നേരത്തെ പറയുന്നത് നെറ്റ് കോൺഫ് യൂസ് ചെയ്തിട്ട് വരുന്നതിന് മുമ്പേ നമ്മൾ യൂസ് ചെയ്യുന്ന IoTയിലല്ല, നമ്മൾ പല നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോളും യൂസ് ചെയ്തിട്ടുണ്ട്. SNMP എന്ന് പറയുന്നത് അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ, അതാണ് ആക്ച്വലി SNMP എന്ന് പറയും. ഈ സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോളിനകത്ത് കുറച്ച് ഡ്രോബാക്ക് ഉള്ളത് കൊണ്ടാണ് ആക്ച്വലി നമ്മൾ എന്ത് ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത്, നെറ്റ് കോൺഫ് എന്ന് പറഞ്ഞാൽ പുതിയ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. SNMP ആക്ച്വലി is a well-known and widely used network management protocol that allows monitoring and configuring network devices such as routers, switches, servers, printers, etc. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യാനും കോൺഫിഗർ ചെയ്യാനും വേണ്ടി നേരത്തെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് എന്ത്, SNMP എന്ന് പറഞ്ഞാൽ സിമ്പിൾ മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ. ഇൻ SNMP കമ്പോണൻറ്റ് ഇൻക്ലൂഡ്സ് ഒരു നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ഡിവൈസസ് ഉണ്ടായിരിക്കും, മാനേജ്ഡ് ഡിവൈസസ് ഉണ്ടായിരിക്കും, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ ബേസ് ഉണ്ടായിരിക്കും, MIB എന്ന് പറയുക, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ ബേസ്. SNMP ഏജൻറ്റ് ദാറ്റ് റൺസ് ഓൺ ദി ഡിവൈസ്, ഏജൻറ്റ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും. ഇനി ഓരോന്നും ആക്ച്വലി SNMP എന്ന് പറയുന്നത് നമ്മളെ കൺസേണിൽ വരുന്നതല്ല, പക്ഷെ അതെന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നത് SNMPയുടെ ഡ്രോബാക്കാണ് ആക്ച്വലി ഏതുവരെ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. നെറ്റ് കോൺഫ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നേരത്തെ നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രോട്ടോക്കോൾ വരാനുള്ള ഒരു റീസൺ അതാണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രോബാക്ക് അവോയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയൊരു പ്രോട്ടോക്കോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉണ്ടല്ലെങ്കിൽ ഈ സിസ്റ്റത്തിനകത്ത് ഒരു നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം സ്റ്റേഷൻ ഉണ്ടായിരിക്കും. ആക്ച്വലി ഇറ്റ്സ് എ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം, NMS ഈസ് എ സെർവർ that runs a network management applications. അപ്പോൾ ഒരു സെർവറാണ് ആക്ച്വലി നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് എന്തുണ്ടായിരിക്കും, ഒരു മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും, അതിനകത്ത് റൺ ചെയ്തിരിക്കും. നെറ്റ്വർക്ക് എലമെൻറ്റ്സ് ആർ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി NMS ടു റിലേ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ. എല്ലാ നെറ്റ്വർക്ക് ഡിവൈസസും എന്ത് ചെയ്യും, ഈ NMSനകത്തായിരിക്കും എന്ത് ചെയ്യുക, കണക്ട് ചെയ്തിട്ടുണ്ടാവുക ടു റിലേ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോൺഫിഗറേഷനും കമ്മ്യൂണിക്കേഷനൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ എന്തിനകത്തേക്കായിരിക്കും, NMSനകത്തേക്കായിരിക്കും. The NMS also enable network data analysis and NMS എന്തും കൂടെ ചെയ്യും, നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് അനാലിസിസും കൂടെ എന്ത് ചെയ്യും, പെർഫോം ചെയ്യാം അതിനകത്ത്. അപ്പം ഇതാണ് ആക്ച്വലി എൻ്റെ സെർവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാനേജ്ഡ് ഡാറ്റ, ആക്റ്റീവ് ഡിവൈസസ് ഇൻ നെറ്റ്വർക്ക്. ആക്ച്വലി ഈ നെറ്റ്വർക്കിനകത്തുള്ള ആക്റ്റീവ് ഡിവൈസസിനാണ് ആക്ച്വലി എന്ത് പറയുന്നത്, നമ്മൾ മാനേജ്ഡ് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവ് ഡിവൈസസിനെയല്ല, നെറ്റ്വർക്കിനകത്തുള്ള ആക്റ്റീവ് ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജ്ഡ് ഡിവൈസ് എന്ന് പറയുന്നത്. ഡിവൈസ് ക്യാൻ ഇൻക്ലൂഡ് എനി നെറ്റ്വർക്ക് കണക്റ്റഡ് ആൻഡ് ഓ സീരിയൽ അറ്റാച്ച്ഡ് സെർവേഴ്സ്
power devices, service processors, environmental monitors and network gears. ഇതൊക്കെ ഏതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും മാനേജ് ഡിവൈസസ് എന്ന് പറയും. മാനേജ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എനി ആക്റ്റീവ് കമ്പോണൻറ്റ് ഓർ എനി ആക്റ്റീവ് ഡിവൈസസ് ഇൻ ദി നെറ്റ്വർക്ക് വിച്ച് ഈസ് കണക്റ്റഡ് ടു NMS. NMSനകത്തേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ആക്റ്റീവായിട്ടുള്ള നെറ്റ്വർക്ക് ഡിവൈസസിനെയും നമ്മൾ എന്ത് പറയും, മാനേജ്ഡ് ഡാറ്റ എന്ന് പറയും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ ബേസ്, MIM. Management information base is a database used for managing the entities in the communication network. കമ്മ്യൂണിക്കേഷൻ അതായത് ഈ നെറ്റ്വർക്കിനകത്തുള്ള ഡിവൈസസിനൊക്കെ മാനേജ് ചെയ്യാനുള്ള ഡാറ്റാബേസിനെയാണ് ആക്ച്വലി എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ ബേസ് എന്നാണ്, വിച്ച് ഈസ് നോർമലി സ്റ്റോർഡ് ഇൻ ദി നെറ്റ്വർക്ക് സെർവറിനകത്തായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നെറ്റ്വർക്കിനകത്തുള്ള ഏതെങ്കിലും സിസ്റ്റത്തിനകത്തായിരിക്കും, പ്രത്യേകിച്ച് ഒരു സെപ്പറേറ്റ് സിസ്റ്റത്തിനകത്തായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. And last one, SNMP agent that runs on the device. SNMP agent is a software component or software process that responds to the SNMP queries to provide status and statistics about the network node. Actually, നെറ്റ്വർക്കിനകത്ത് വരുന്ന ക്വറീസൊക്കെ റിക്വസ്റ്റ് അതിനുള്ള റെസ്പോൺസൊക്കെ നമ്മൾ സെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് ആക്ച്വലി എന്ത് ഈ SNMP ഏജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി SNMP എന്ന് പറയുന്നത്. കാരണം SNMP നമ്മളെ കൺസേൺ അല്ല, നമ്മളെ പഠിക്കേണ്ട ഒരു വിഷയമല്ല. നമ്മളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ എന്തായിരുന്നു, നെറ്റ് കോൺഫ് എന്ന് പറയുന്ന സാധനമാണ്. അപ്പം നെറ്റ് കോൺഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോട്ടോകോൾ ആക്ച്വലി SNMPയുടെ ഡ്രോബാക്സിനകത്ത് അല്ലെങ്കിൽ SNMPനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നീക്സാണ് അല്ലെങ്കിൽ പ്രോട്ടോക്കോളാണ് ആക്ച്വലി എന്ത് നെറ്റ് കോൺഫ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ലിമിറ്റേഷൻസ് നമുക്ക് ഓടിച്ചിട്ട് പോകാം. SNMP is a stateless in nature, and SNMP request contains all the information to process the request. The application need to be intelligent to manage the device. And stateless protocol actually it's a type of protocol in which client send a request to the server and server responds back according to the current situations or current state. സ്റ്റേറ്റ്ലെസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതാണ്. നമ്മൾ അതിൻ്റെ ഇപ്പം ക്ലയൻറ്റ് എന്ത് ചെയ്യും, സെർവറിന് എന്ത് ചെയ്യും, റിക്വസ്റ്റ് ചെയ്യും എന്തെങ്കിലും ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാനോ റിസീവ് ചെയ്യാനോ വേണ്ടിയിട്ട് ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യും സെർവറിനകത്ത്. സെർവർ എന്ത് ചെയ്യണമെന്നില്ല, ആ കറക്റ്റ് ടൈമിൽ തന്നെ എന്ത് ചെയ്യണമെന്നില്ല, റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. ആ സെർവറിൻ്റെ സ്റ്റേറ്റ് അനുസരിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ഈ റിക്വസ്റ്റിന് റെസ്പോണ്ട് ചെയ്താൽ മതി. ഈ ടൈപ്പ് കമ്മ്യൂണിക്കേഷനാണ് ആക്ച്വലി എന്ത് പറയുന്നത്, നമ്മൾ സ്റ്റേറ്റ്ലെസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്ലെസ് കമ്മ്യൂണിക്കേഷനകത്ത് നമുക്ക് എല്ലാ ഇൻഫർമേഷൻസിനും എല്ലാ സ്റ്റാറ്റസും എന്ത് ചെയ്യണമെന്നില്ല, നമ്മൾ കീപ്പ് ചെയ്യണമെന്നില്ല. ഇപ്പം നോർമലി HTTP സെർവർ, UDP സെർവർ, DNS പ്രോട്ടോക്കോൾ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ആക്ച്വലി ഈ ഒരു സ്റ്റേറ്റ്ലെസ് നാച്ചറിലാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. SNMP is connectionless protocol which uses UDP as a transport protocol, making unreliable as there was no support to acknowledge of the request. Actually ഇത് കുറച്ചും കൂടി റിലയബിൾ അല്ലാത്തൊരു സംഭവമാണ് SNMP എന്ന് പറയുന്നത്. അതാണ് നെക്സ്റ്റ് സെൻറ്റൻസിനകത്ത് പറഞ്ഞത്. കണക്ഷൻലെസ് പ്രോട്ടോക്കോളാണ്, UDP ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോളാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ റിലയബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. Next one is, third one is MIMs often lack writable objects. MIM എന്ന് പറയുന്നത് അതിൻ്റെ ഡാറ്റാബേസ് എന്ന് പറയുന്ന സാധനമാണ്. അതിനകത്തേക്ക് ഉണ്ടല്ലോ often lack writable objects without which device configuration not possible using SNMP. അതിനകത്ത് എല്ലാ റൈറ്റബിൾ ഒബ്ജക്ട്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മിംസിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. വിതൗട്ട് വിച്ച് കോൺഫിഗറേഷൻ നോട്ട് പോസിബിൾ ഇൻ SNMP. അപ്പം മിംസും എന്തല്ല സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു മിംസ് അല്ല, എല്ലാ ഒബ്ജക്റ്റും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മിംസ് അല്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോൺഫിഗറേഷൻ ആൻഡ് സ്റ്റേറ്റ് ഡാറ്റ ഇൻ മിംസ്. നമുക്ക് കോൺഫിഗറേഷൻ ഡാറ്റയും സ്റ്റേറ്റ് ഡാറ്റയും, കോൺഫിഗറേഷൻ ഡാറ്റ എന്ന് പറയുന്നത് എന്താ, ഒരു നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ യൂസ് ചെയ്യുന്ന ഡാറ്റാസൊക്കെ. പിന്നെ സ്റ്റേറ്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ പ്രസൻ്റ്ലി ഓരോ ആക്റ്റീവ് ഡിവൈസിനകത്ത് കിട്ടുന്ന ഡാറ്റ. ഈ രണ്ട് ഡാറ്റയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത് SNMP. അത് ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി. Retrieving the current configuration from a device can be difficult with SNMP.
അപ്പം കറണ്ട് കോൺഫിഗറേഷൻ റിട്രീവ് ചെയ്തിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് നെറ്റ് കോൺഫിഗറിനകത്ത്. ബട്ട് കറണ്ട് കോൺഫിഗറേഷൻ റിട്രീവ് ചെയ്യുക ഇതിനകത്ത് പോസിബിൾ അല്ല, SNMP-ക്കകത്ത് പോസിബിൾ അല്ല. പിന്നെ SNMP എന്താണ്, ഹൈ സെക്യൂർ ആയിട്ടുള്ള പ്രോട്ടോക്കോൾ അല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. സോ വി റിലൈ ഓൺ ഹയർ എഫിഷ്യൻറ്റ് പ്രോട്ടോക്കോൾ, ദാറ്റ് ഈസ് നെറ്റ് കോൺഫ് പ്രോട്ടോക്കോൾ. ഒക്കെ നമുക്ക് എന്താണ് നെറ്റ്വർക്ക് ഓപ്പറേറ്റർ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നെറ്റ്വർക്ക് പ്രോട്ടോക്കോളിനെ അപേക്ഷിച്ചിട്ട് നമ്മൾ നെറ്റ് കോൺഫ് എന്ന് പറയുന്ന സാധനം ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതിൻ്റെ റീസൺ വെച്ച് കഴിഞ്ഞാൽ ആ റീസൺ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയിക്കണം, ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റർ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഒരു നെറ്റ്വർക്കിൻ്റെ ഓപ്പറേറ്ററിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം നെറ്റ്വർക്ക് ഓപ്പറേറ്റർ എന്തായിരിക്കണം എന്നാ, ഈസ് ഓഫ് യൂസ് ആയിരിക്കണം എന്ന് പറയും. ഈ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഈ ഒരു കോൺഫിഗറേഷൻ ഭയങ്കര ഈസി ആയിരിക്കണം എന്നാണ് എല്ലാ ഓപ്പറേറ്ററും റിക്വയർ ചെയ്യുക അല്ലേ. അയാളുടെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് വളരെ ഈസി ആയിരിക്കണം എന്നാണ്. പിന്നെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കോൺഫിഗറേഷൻ ആൻഡ് സ്റ്റേറ്റ് ഡാറ്റ. കോൺഫിഗറേഷനും ഡാറ്റയും സ്റ്റേറ്റ് ഡാറ്റയും എന്ത് ചെയ്യാൻ പറ്റണം, അയാൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. ഫെച്ച് കോൺഫിഗറേഷൻ ആൻഡ് സ്റ്റേറ്റ് ഡാറ്റ സെപ്പറേറ്റ്ലി. ദാറ്റ് മീൻസ് വി ക്യാൻ റീഡ് ഈസിലി ദി കോൺഫിഗറേഷൻ ഡാറ്റ ആൻഡ് സ്റ്റേറ്റ് ഡാറ്റ സെപ്പറേറ്റ്ലി. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, റീഡ് ചെയ്യാൻ പറ്റണം, നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റണം. കോൺഫിഗറേഷൻ ഓഫ് നെറ്റ്വർക്ക് ആസ് ഹോൾ. മൊത്തം നെറ്റ്വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കോൺഫിഗർ ചെയ്യാൻ പറ്റണം. അല്ലാണ്ടെങ്കിൽ പാർട്ട് ബൈ പാർട്ട് ആയിരിക്കണം എന്നില്ല. ഒരൊറ്റ നെറ്റ്വർക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കോൺഫിഗർ ചെയ്യാൻ പറ്റണം എന്നാണ് അടുത്ത റിക്വയർമെൻറ്റ്. കോൺഫിഗറേഷൻ ട്രാൻസാക്ഷൻ അക്രോസ് ഡിവൈസസ്. ഓരോ ഡിവൈസസിനെയും നമുക്ക് അതിൻ്റെ ട്രാൻസാക്ഷൻസ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ട്രാൻസാക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കോൺഫിഗർ ചെയ്യാൻ പറ്റണം. കോൺഫിഗറേഷൻ ഡെൽറ്റാസ്. ഡെൽറ്റ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്കതിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റണം. ഡംപ് ആൻഡ് റീസ്റ്റോർ കോൺഫിഗറേഷൻസ്. നമുക്കൊരു കോൺഫിഗറേഷൻസ് എന്ത് ചെയ്യാൻ പറ്റണം, റീഡ് ചെയ്യാൻ പറ്റണം, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റണം. അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, റീസ്റ്റോർ ചെയ്തിട്ട് പഴയ ഒരു കോൺഫിഗറേഷൻ റീസ്റ്റോർ ചെയ്തിട്ട് ആ ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, യൂസ് ചെയ്യാൻ പറ്റണം. പിന്നെ വാലിഡേഷൻ എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യാൻ പറ്റണം. ഡാറ്റാബേസ് സ്കീം ഉണ്ടായിരിക്കണം. കമ്പയറിങ് രണ്ട് പിന്നെ നെറ്റ്വർക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ ചെയ്യാൻ പറ്റണം. കൺസിസ്റ്റൻസി ഓഫ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ഉണ്ടായിരിക്കണം. മൾട്ടിപ്പിൾ കോൺഫിഗറേഷൻ സെറ്റ്സ് ഉണ്ടായിരിക്കണം. സപ്പോർട്ട് ഫോർ ബോത്ത് ഡാറ്റ ഓറിയൻറ്റഡ് ആൻഡ് ടാസ്ക് ഓറിയൻറ്റഡ് ആക്സസ് കൺട്രോൾ. ഡാറ്റ ഓറിയൻറ്റഡ് ഉണ്ടായിരിക്കണം, അതേപോലെ ടാസ്ക് ഓറിയൻറ്റഡ് ആക്സസ് കൺട്രോൾ ഉണ്ടായിരിക്കണം. അപ്പം ഇതൊക്കെ ചില സാധനങ്ങൾക്ക് പ്യുവർലി നെറ്റ്വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. എനിവേ നെറ്റ്വർക്ക് ഓപ്പറേറ്ററിനും എന്തുണ്ടായിരിക്കും, കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരിക്കും. എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം, നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന റിലയബിൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സെറ്റപ്പും നമ്മളെ പുതിയ പ്രോട്ടോക്കോളിനകത്ത് ഉണ്ടായിരിക്കണം എന്നാണ് നമ്മളെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞത്. ആ റിക്വയർമെൻറ്റ് ഏറ്റവും കൂടുതൽ ഏതാണോ പിന്നെ ഏതിനകത്താണോ അവൈലബിൾ ആയത് ആ നെറ്റ്വർക്ക് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം പുതിയൊരു കോൺഫിഗറേഷനാണ് ആക്ച്വലി, അതായത് SNMP-നേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷനകത്താണ് ഇതിനകത്തേക്ക് വരുന്നത്, നെറ്റ് കോൺഫിഗറിനകത്തേക്ക് വരുന്നത്. ആക്ച്വലി നെറ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ, നെറ്റ് കോൺഫ് അതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇറ്റ്സ് എ സെഷൻ ബേസ്ഡ് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ. നെറ്റ് കോൺഫ് അലോസ് retrieving stage or configuration data and manipulating configuration data on network device. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇതിനകത്ത് ഇതാണ് നമ്മളെ ക്ലയൻറ്റ്, നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റാണ് ആക്ച്വലി. അപ്പം സെർവറിനകത്താണ് നമ്മളെല്ലാം എന്ത് ചെയ്യുന്നത്, കോൺഫിഗർ ചെയ്യുന്നത്. എന്തൊക്കെയൊക്കെ നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത്, കോൺഫിഗറേഷൻ ഡാറ്റ, ഓപ്പറേഷൻസ്, RPC, ട്രാൻസ്പോർട്ട്, ഇതൊക്കെ കോൺഫിഗർ ചെയ്യണം. എന്ത് യൂസ് ചെയ്തിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത്, നെറ്റ് കോൺഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത്. ആ കോൺഫിഗർ ചെയ്യുന്നത് നമ്മൾ നെറ്റ് കോൺഫ് പ്രോട്ടോക്കോളാണ് ബേസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഏത് യൂസ് ചെയ്തിട്ടാണ്, യാങ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺഫിഗർ ചെയ്യുന്നത്. യാങ് എന്ന് പറഞ്ഞാൽ ഒരു XML പോലത്തെ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്, നമ്മളെ മാർക്കപ്പ് ലാംഗ്വേജ് പോലത്തെ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ കോൺഫിഗർ ചെയ്യുന്നത്.
ആക്ച്വലി അതൊരു എന്താ പറയുക വലിയ സർട്ടിഫിക്കറ്റ് കോഴ്സ് തന്നെയാണ് യാങ്ങിനെ പറ്റിയാണെങ്കിലും നെറ്റ്വർക്ക് കോൺഫിനൊക്കെ പറ്റിയാണെന്നുണ്ടെങ്കിലും. അപ്പം ഫസ്റ്റ്ലി ഇതിനകത്ത് പറയാനുള്ളത് സെഷൻ എന്ന് പറഞ്ഞ സാധനം, സെഷൻ ബേസ്ഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നെറ്റ് കോൺഫ് ഈസ് എ സെഷൻ ബേസ്ഡ് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോകോൾ. വാട്ട് ഈസ് എ സെഷൻ? എന്താണ് സെഷൻ എന്ന് പറഞ്ഞാൽ? സെഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് യൂസർ ഇൻട്രാക്ഷൻ വിത്ത് യുവർ വെബ്സൈറ്റ് ദാറ്റ് ടേക്സ് പ്ലേസ് വിതിൻ എ ഗിവൺ ടൈം. ഒരു ഗിവൺ ടൈമിൽ ഒരു യൂസറിന് ഒരു വെബ്സൈറ്റ് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ടൈമിന് ഇൻട്രാക്ട് ചെയ്യുന്നതിനാണ് നമ്മളെന്താ പറയുന്നത്, സെഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ വെബ് ബേസ്ഡ് പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് അത് സെഷൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നെങ്കിൽ. അപ്പോൾ സെഷൻ ബേസ്ഡ് പ്രോട്ടോക്കോളാണ് ആക്ച്വലി എന്ത് നെറ്റ് കോൺഫ് എന്ന് പറഞ്ഞാൽ. ദറ്റ് അലൗസ് റിട്രീവിങ് സ്റ്റേജ് ഓർ കോൺഫിഗറേഷൻ. ആക്ച്വലി ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നെറ്റ്വർക്ക് കോൺഫിഗറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ഡാറ്റ മാനിപ്പുലേഷൻ. ഡാറ്റ കോൺഫിഗർ ചെയ്താൽ മാത്രം പോരാ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മോണിറ്റർ ചെയ്യാൻ പറ്റണം, അതിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റണം, റിട്രീവ് ചെയ്യാൻ പറ്റണം. ഓരോ സ്റ്റേജിനകത്ത് നിന്ന് നമുക്ക് ഡാറ്റ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റണം. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? റിട്രീവ് ചെയ്യാൻ പറ്റണം. റിട്രീവ് ചെയ്തിട്ട് നമുക്ക് റീകോൺഫിഗർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത്രയും ഇതിനകത്ത് പോസിബിളാണ്. നെറ്റ് കോൺഫ് എന്ന് പറഞ്ഞ പ്രോട്ടോക്കോളിനകത്ത് ആക്ച്വലി പോസിബിളാണ്. അതിനകത്ത് കോൺഫിഗറേഷൻ ഡാറ്റ നമ്മൾ ഏത് വെച്ച് മാനേജ് ചെയ്യും? നെറ്റ് കോൺഫ് എന്ന് പറഞ്ഞ സാധനം വെച്ച് യൂസ് ചെയ്യും. ഇവിടെ നിങ്ങൾ ഗെറ്റ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി. ഗെറ്റ് കോൺഫിഗറേഷൻ, എഡിറ്റ് കോൺഫിഗറേഷൻ, ഇതൊക്കെ ഇതിനകത്ത് പോസിബിൾ ആയിരിക്കണം. ഈ ഒരു നെറ്റ് കോൺഫ് എന്ന് പറഞ്ഞ പ്രോട്ടോക്കോളിനെ ബേസ് ചെയ്തിട്ട് യാങ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് പോസിബിൾ ആക്കണം. ആൻഡ് RPC നോട്ടിഫിക്കേഷൻസ് ഓർ നോട്ടിഫിക്കേഷൻസ്. RPC എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? റിമോട്ട് പ്രൊസീജിയർ കോൾ എന്നാണ് RPCയുടെ ഫുൾ നെയിം. പക്ഷേ protocol that one program can use the request a service from a program located in the other computer in the same network. ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഒരു പ്രോഗ്രാം, ഒരു സിസ്റ്റത്തിനകത്തുള്ള ഒരു പ്രോഗ്രാം എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുക. ആ സെൻഡ് ചെയ്യുന്നത് വേറൊരു പ്രോഗ്രാമിനകത്തേക്കാണ് സെൻഡ് ചെയ്യുന്നത്. ആ പ്രോഗ്രാം വേറൊരു സിസ്റ്റത്തിനകത്തായിരിക്കും ഇൻ ദി സെയിം നെറ്റ്വർക്ക്. ആ സെയിം നെറ്റ്വർക്കിനകത്തുള്ള വേറെ സിസ്റ്റത്തിനകത്തായിരിക്കും. അതിന് RPC കോൾ എന്ന് പറയും. അങ്ങനെ RPC കോൾ ഉണ്ടായിരിക്കും. RPC കോളിനെ മാനേജ് ചെയ്യാൻ പറ്റണം. അതിന് കറസ്പോണ്ടിങ് റെസ്പോൺസ് കൊടുക്കണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാകും, അതിന് റെസ്പോൺസ് കൊടുക്കണം. പിന്നെ ട്രാൻസ്പോർട്ട് ലെയറിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ SSH TSL കൺസോൾ, ഇതൊക്കെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി എന്നാണ് TLS എന്ന് പറയുന്ന സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു സെക്യൂർ ഷെൽ എന്നാണ് ആക്ച്വലി SSH എന്ന് പറയുന്നത്. ഇത് രണ്ടും സെക്യൂരിറ്റി പ്രോട്ടോക്കോളാണ് ആക്ച്വലി. അപ്പം ഇതിനൊക്കെ എന്ത് വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം? നമുക്ക് ഈ ഒരു നെറ്റ് കോൺഫ് എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റണം യൂസിങ് എ സോഫ്റ്റ്വെയർ, മോഡലിംഗ് സോഫ്റ്റ്വെയർ കോൾ യാങ്. നെറ്റ് കോൺഫിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണുള്ളത്? നെറ്റ് കോൺഫ് വർക്ക്സ് ഓൺ SSH നമ്മൾ പറഞ്ഞു സെക്യൂർ ഷെൽ എന്നാണ് ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോൾ. അപ്പോൾ ഇറ്റ്സ് വർക്ക്ഡ് ഓൺ ആക്ച്വലി അത് ഹൈ സെക്യൂരിറ്റി നെറ്റ്വർക്ക് ഇൻ എ നോൺ സെക്യൂർ നെറ്റ്വർക്ക്. ഹൈ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻ വിതിൻ എ നോൺ സെക്യൂർ നെറ്റ്വർക്ക്. അതാണ് SSH എന്ന് പറയുന്നത്. ഒരു സെക്യൂർ ഇല്ലാത്ത നെറ്റ്വർക്കിനകത്ത് ഹൈ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യുന്നതിന് എന്ന പ്രോട്ടോക്കോളാണ് ആക്ച്വലി എന്ത് SSH എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് ലെയർ പ്രൊവൈഡ്സ് അപ്പോൾ നെറ്റ് കോൺഫ് വർക്ക്സ് ഓൺ SSH ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോൾ. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് SSH ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോളിനെ ബേസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് വൺ, ട്രാൻസ്പോർട്ട് ലെയർ പ്രൊവൈഡ്സ് end-to-end കണക്ടിവിറ്റി ആൻഡ് എൻഷുർ reliable ഡെലിവറി ഓഫ് മെസ്സേജ്. end-to-end കണക്ടിവിറ്റി ഉണ്ടാകും. അതായത് സെർവറിനകത്ത് കണക്ട് ചെയ്യുന്ന സാധനം ഏറ്റവും എൻഡിലുള്ള ഡിവൈസ് വരെ എന്ത് ചെയ്യാൻ പറ്റണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. കണക്ടിവിറ്റി നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ആൻഡ് എൻഷുർ റിലയബിൾ ഡെലിവറി ഓഫ് മെസ്സേജ്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലയബിൾ ആയിട്ടുള്ള മെസ്സേജ് ഡെലിവറി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. നെറ്റ് കോൺഫ് യൂസസ് XML എൻകോഡഡ് റിമോട്ട് പ്രൊസീജിയർ കോൾ. നമ്മൾ നേരത്തെ പറഞ്ഞ റിമോട്ട് പ്രൊസീജിയർ കോൾ എന്ന് പറയുന്നത് അത് എൻകോഡഡ് ആയിരിക്കും. കുറച്ചും കൂടെ എന്തായിരിക്കും? ഹൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന
റിമോട്ട് കോൾ ആയിരിക്കും. ഫ്രെയിമിംഗ് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് മെസ്സേജ്, അതായത് എൻകോഡഡ് ആയിരിക്കും. ഒരു കോഡഡ് വേർഷൻ ആയിരിക്കും. ഡയറക്റ്റ് കോൾ ചെയ്യല്ല ചെയ്യുന്നത്. ഒരു കോഡഡ് വേർഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വേറൊരു സിസ്റ്റത്തിനകത്തേക്ക് പോയിട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത്, അവിടെ നിന്ന് സാധനം റീഡ് ചെയ്തെടുക്കുന്നത്. ദ RPC ലെയർ പ്രൊവൈഡ്സ് മെക്കാനിസം ഫോർ എൻകോഡിംഗ് ഓഫ് RPC കോൾസ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്. RPC ലെയർ ആണ് ആക്ച്വലി ഇത് പെർഫോം ചെയ്യുന്നത്. NetConf provides various operations to retrieve and edit configuration data from network devices. നെറ്റ്വർക്ക് ഡിവൈസസിൻ്റെ NetConf എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഡാറ്റ കോൺഫിഗറേഷൻ, റിട്രീവും എഡിറ്റും, കോൺഫിഗറേഷൻ ഡാറ്റേൻ്റെ മേലെ റിട്രീവ് ചെയ്യും. നെറ്റ്വർക്ക് പ്രൊവൈഡ്സ് വേരിയസ് ഓപ്പറേഷൻസ്. NetConf provides various operations. എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ്? To retrieve and edit configuration data from network devices. നെറ്റ്വർക്ക് ഡിവൈസസിനകത്ത് ഡാറ്റ എഡിറ്റ് ചെയ്യാം, അതിനകത്ത് ഡാറ്റ റിട്രീവ് ചെയ്യാം, റീയൂസ് ചെയ്യാൻ പറ്റും, റീകോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്യാൻ ഏത് പോസിബിളാണ്? NetConf എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ദ കണ്ടന്റ് ലെയർ കൺസിസ്റ്റ് ഓഫ് കോൺഫിഗറേഷൻ സ്റ്റേറ്റ് ഡാറ്റ വിച്ച് ഇസ് XML എൻകോഡ്. XML പോലത്തെ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ യാങ് എന്ന് പറയുന്ന സാധനം കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. സ്കീം ഓഫ് configuration and state data is defined in a data modeling language called YANG. ഈ യാങ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് യെറ്റ് അനദർ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞ ഒരു മോഡലിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലൊക്കെ കോൺഫിഗർ ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും അനാലിസിസ് ചെയ്യുന്നതും. NetConf provides a clear separation of configuration and state data. നേരത്തെ SNMP-ക്കകത്ത് ഇല്ലാത്തൊരു അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. NetConf എന്ന് പറയുന്ന സാധനം സെപ്പറേറ്റ് കോൺഫിഗറേഷനാണ്. എന്ത് സ്റ്റേറ്റ് ഡാറ്റയും കോൺഫിഗറേഷൻ ഡാറ്റയും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സെപ്പറേറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. കോൺഫിഗറേഷൻ ഡാറ്റ റിസൈഡ്സ് വിതിൻ എ NetConf കോൺഫിഗറേഷൻ ഡാറ്റ സ്റ്റോർ ഓൺ സെർവർ. കോൺഫിഗറേഷൻ ഡാറ്റ എന്ന് പറയുന്ന സാധനം NetConfigure-നകത്തുള്ള ഡാറ്റ സ്റ്റോറിനകത്ത് തന്നെ എന്ത് ചെയ്യുന്നു, സെർവറിനകത്തുള്ള ഡാറ്റ സ്റ്റോറിനകത്ത് തന്നെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ട് NetConf എന്ന പ്രോട്ടോക്കോളിൽ നിന്നാണ് ഇവർ സ്പെസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് YANG. YANG മീൻസ് yet another next generation. It's a data modeling language used to model configuration and state data manipulated by NetConf protocol. NetConf protocol യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു നെറ്റ്വർക്കിനെ മോഡൽ ചെയ്യാം, അത് കോൺഫിഗർ ചെയ്യാം, അതിൻ്റെ മാനിപ്പുലേറ്റ് ചെയ്യാം, സ്റ്റേറ്റ് ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഏത് യൂസ് ചെയ്തിട്ട്, ഈ മോഡലിംഗ് ലാംഗ്വേജ് ആയിട്ടുള്ള YANG യൂസ് ചെയ്തിട്ട്. YANG മോഡ്യൂൾസ് കണ്ടെയ്ൻസ് ഡെഫിനിഷൻസ്. YANG എന്ന് പറയുന്ന സാധനം ഒരുപാട് പഠിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. അതിനകത്ത് യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് കണ്ടിട്ട് നിങ്ങൾ കുറേ പുതിയ ടൈം കണ്ടിട്ട് നിങ്ങൾ ബേജാറുണ്ടാകും. YANG modules contains the definition of configuration data, state data, RPC calls that can be issued and format of the conditions. YANG modules defines data exchange between the NetConf client and server. NetConf പ്രോട്ടോക്കോളിനകത്തുള്ള ക്ലയൻറ്റും സെർവറും എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഡാറ്റ എക്സ്ചേഞ്ച് എങ്ങനെയാണെന്നൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദ മോഡ്യൂൾ കോംപ്രൈസസ് ഓഫ് നമ്പർ ഓഫ് ലീഫ്. ഈ ഒരു YANG എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിനകത്ത് കുറേ ലീഫായിട്ടാണ് നോട്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. ആ മോഡ്യൂൾ കോംപ്രമൈസസ് നമ്പർ ഓഫ് ലീഫ് നോട്ട്സ് വിച്ച് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു എ ഹൈറാർക്കിക്കൽ ട്രീ സ്ട്രക്ചർ. സെർവർ അതിനകത്ത് കുറേ ക്ലയൻസ് അങ്ങനെ ഹൈറാർക്കിക്കൽ സ്ട്രക്ചറായിട്ട് ഇത് എന്ത് ചെയ്തിട്ടുണ്ടാകും, കോൺഫിഗർ ചെയ്തിട്ടുണ്ടാകും. ദ ലീഫ് നോട്ട്സ് ആർ സ്പെസിഫൈഡ് യൂസിങ് ലീഫ് ഓർ ലീഫ് ലിസ്റ്റ് കൺസ്ട്രക്ട്. അപ്പം ലീഫ് നോട്ട്സിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ലീഫ് എന്നോ അല്ലെങ്കിൽ ലീഫ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. ലീഫ് നോട്ട്സ് ആർ ഓർഗനൈസ്ഡ് യൂസിങ് കണ്ടെയ്നർ ഓർ ലിസ്റ്റ് കൺസ്ട്രക്ട്. YANG module can import definition from other modules. അതർ മോഡ്യൂൾസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡ്യൂൾ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതിനകത്ത് ഡാറ്റാബേസിനകത്തൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. Constraints can be defined on the data nodes and allowed
വാല്യൂസ്. കൺസ്ട്രെയിൻസ് നമുക്ക് ഇതിനകത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ ഓരോന്നിൻ്റെ റെസ്ട്രിക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. Yang can model both configuration data and state data using config statement. Config statement യൂസ് ചെയ്തിട്ട് കോൺഫിഗറേഷൻ ഡാറ്റയും സ്റ്റേറ്റ് ഡാറ്റയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓൺലി എ ലാംഗ്വേജ്, മോഡലിംഗ് ലാംഗ്വേജ്. IoT മാനേജ്മെൻറ്റ് സിസ്റ്റം അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കും. ഇതിനാണ് നമ്മൾ മാനേജ്മെൻറ്റ് സിസ്റ്റം. അതിൻ്റെ ചോടെ എന്ത് വരുള്ളൂ, നെറ്റ് കോൺഫും യാങ്ങും വരുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നെറ്റ് കോൺഫിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ നെറ്റ് കോൺഫ് സെർവറിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം, മാനേജ്മെൻറ്റ് API, മാനേജ്മെൻറ്റ് API, മാനേജ്മെൻറ്റ് സിസ്റ്റം ഇതാണ് ഇവിടെ കേട്ടോ. നെറ്റ് കോൺഫിഗിനകത്ത് വരുന്നത്, സെർവറിനകത്ത് വരുന്നത് മാനേജ്മെൻറ്റ് API, ട്രാൻസാക്ഷൻ മാനേജർ, rollback manager, data model manager, configuration validation, ഇവിടെ authentication, authorization, auditing module, ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊരു യാങ് മോഡ്യൂളാണ് ആക്ച്വലി. അത് സെർവറിൻ്റെ വെളിയിലാണ്. പിന്നെ ഡാറ്റാബേസ്, സെർവറിനകത്തുള്ള ഡാറ്റാബേസ്, കോൺഫിഗറേഷൻ ഓഫ് ഡാറ്റ വാലിഡേഷൻ, configuration of API, data provider, managed objects, IoT devices are actually application software. From netconf and yang എങ്ങനെയാണ് IoT ഡിവൈസസിനകത്ത് അല്ലെങ്കിൽ IoT സിസ്റ്റത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. IoT ഡിവൈസസിനകത്ത് ഇത് കണ്ടിട്ടില്ല. ഇതാണ് ആക്ച്വലി നെറ്റ് കോൺഫ് സെർവർ. ഇതാണ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇവിടെ ഉണ്ടാകും. മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ചോടെയാണ് ആക്ച്വലി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നെറ്റ് കോൺഫ് യൂസ് ചെയ്യുന്നത്. കോൺഫിഗർ ചെയ്യുന്നത് ഒരു യാങ് മോഡ്യൂൾ യൂസ് ചെയ്തിട്ടാണ്. യാങ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ IoT ഡിവൈസസൊക്കെ സെർവറിനകത്തേക്ക് കണക്ട് ചെയ്യുന്നത് ഈ രീതിയിലാണ്. മാനേജ്ഡ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് ചെയ്തത്. അപ്പോൾ ഈ സെർവറിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് API, transaction manager, rollback manager and model manager, configuration validator, configuration database, configuration API, data provider API. എല്ലാം ഇൻ്റർഫേസ് ആണ് ആക്ച്വലി. ഈ കോൺഫിഗറേഷൻ API എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ്, ഡാറ്റ പ്രൊവൈഡർ API എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻ്റർഫേസ് ആണ്. സെർവറുമായിട്ടുള്ള ഇൻ്റർഫേസിനെയാണ് നമ്മൾ API എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് API, മാനേജ്മെൻറ്റ് സിസ്റ്റമായിട്ടുള്ള ഇൻ്റർഫേസ്. നമ്മളെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഇവിടെ ഉണ്ട്. ആ സിസ്റ്റമായിട്ട് സിസ്റ്റവും സെർവറും തമ്മിലുള്ള ഇൻ്റർഫേസാണ് ആക്ച്വലി മാനേജ്മെൻറ്റ് API. ഈ ഒരു ടോപ്പിക്കിനകത്ത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആക്ച്വലി നെറ്റ് കോൺഫ് എന്ന് പറയുന്ന സാധനമാണ്. അതിനകത്ത് SNMP സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ കോൺഫിഗറേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് മറ്റും എന്താണ് നെറ്റ് കോൺഫ് എന്നും എന്താണ് യാങ് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് നിങ്ങൾ നീഡ് ഫോർ IoT സിസ്റ്റം മാനേജ്മെൻറ്റ്, ഒരു സിസ്റ്റം മാനേജ്മെൻറ്റിന് IoT സിസ്റ്റം മാനേജ്മെൻറ്റിൻ്റെ നീഡ് എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ഇത് ആക്ച്വലി നിങ്ങൾ ഇതേപോലെ പഠിക്കേണ്ട കാര്യമില്ല, കാരണം ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. SNMP ആയിരുന്നു പണ്ട് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആ SNMPക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തു. ഇതും നിങ്ങളെ കൺസേണിൽ വരുന്നതല്ല. അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ലിമിറ്റേഷൻസൊക്കെ പറയാൻ കാരണം ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റർ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ SNMPയുടെ ഡ്രോബാക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നെറ്റ് കോൺഫിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നെറ്റ് കോൺഫ് എന്താണെന്നും അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നതെന്നും അത് സെർവറും ക്ലയൻറ്റും എന്താണെന്നും അത് കോൺഫിഗർ ചെയ്യുന്നത് നമ്മൾ യാങ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഈ നെറ്റ് കോൺഫിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ അല്ല അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും പ്യുവർലി ഇതാണ്
നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്നതാണ്. ചിലത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. എനിവേ കുറേയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നെക്സ്റ്റ് അത് മോഡൽ ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് യാങ്ങിനകത്ത് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള നെറ്റ്വർക്കിൻ്റെ ടേംസൊക്കെ നമ്മൾ എന്തിരിക്കണം, നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു തിയറി നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്കൊരു ഓവറോൾ ഒരു ഐഡിയ ഉണ്ടാക്കാനേ പറ്റുള്ളൂ യാങ് ആൻഡ് നെറ്റ് കോൺഫ് എന്ന് പറയും. താങ്ക് യു.